രാവിലത്തെ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ചോറിനുള്ള കറിയൊക്കെ തയ്യാറാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ അടുക്കളയിൽ കയറി. കുറച്ച് ചീര ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു പുതിയ മീൻ കറി വയ്ക്കാനുള്ള ചട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇന്നപ്പോൾ അതിലായിരിക്കും ഞാൻ മീൻ കറി വയ്ക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് മീൻ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, ചൂരയാണ്. അങ്ങനെ അതെല്ലാം കൂടെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തു. ചീരയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ചു. അപ്പോൾ ചീര തോരനായി, അരപ്പും ഇട്ടു. അതിനുശേഷം നമുക്ക് മീൻകറി വെക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. എന്നും ഞാൻ മീൻകറി ചിലപ്പോൾ കടുവറുത്ത് വയ്ക്കും, അല്ലാണ്ട് നോർമലി വയ്ക്കും. അപ്പോൾ ഇന്നൊന്ന് ചൂരായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കടുവറുത്ത് വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ മീൻകറിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിയാണ്. കറിക്കുള്ള അരപ്പും കൂടിയൊന്ന് നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. അങ്ങനെ ജാറിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കറിയെല്ലാം അരപ്പൊക്കെ അരച്ചെടുത്തു. മീൻകറി വയ്ക്കുമ്പോൾ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചുവന്നുള്ളി പിന്നീടാണ് ഇട്ടത്. അതും കൂടി ഇട്ട് അരച്ചു. തോരൻ റെഡിയായി. പുതിയ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചു. കടുക് പൊട്ടി. അപ്പോൾ കടുക് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല കൂട്ട് തയ്യാറാക്കാം. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ച് വെച്ചു. മുളക് പൊടി, പെരുംജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ട് പൊരിക്കാനുള്ള അരപ്പ് റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ടു, തക്കാളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം അരപ്പൊഴിച്ചു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനും ഇട്ടു. പുളിയും ഉപ്പുമൊക്കെ വെച്ചു. അത് അവിടെ ഇരുന്ന് കറി തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചു. 5 മിനിറ്റിന് ശേഷം നമ്മൾ പൊരിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അങ്ങനെ മീൻ വറുത്തു. ചോറായി, ചീര തോരനായി, നമ്മുടെ ചൂരക്കറിയും റെഡിയായി. പിന്നെ നമുക്ക് ഇന്നലത്തെ രസമുണ്ട്, മീൻ ഫ്രൈയും കൂടെ